എന്ത് കുടിക്കും? കള്ളൊന്നും കുടിക്കാനൊന്നും നടക്കൂല മോനെ. നിന്റെ ഉമ്മാനോട് ഞാൻ എന്ത് പറയും? ഉമ്മ അറിയുന്നില്ല. ലൈവിലാണാ മൈര ഉള്ളത്. നീ മൈര് വർത്താനം പറയല്ലോട്ടാ. നീ ഇപ്പൊ റൂട്ടറും പ്രോയിലും അതും 15 റുപ്യ കൊടുത്തിട്ട് കാണല എന്റെ മോനെ ലൈവ്. ഓടാ പൂരി മോനെ. ഈടാ നോക്കിയ ഫോൺ ഉപയോഗിക്കുന്ന എന്റെ ഉമ്മ റൂട്ടറും വെച്ചിട്ട് 15 റുപ്യക്ക് ഇതാണ്ട. ഇതെന്ത് കാര്യം പറയട്ടെ, ഞാൻ ഇന്നലെ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിച്ചു. പാക്കറ്റ് ഇപ്പം ഉണ്ടാടാ. നിങ്ങളിന്ന് തന്നെ കൂട്ടാണ് പുറത്തു പോയില്ലേ? കാരണം എന്താ? ആ ഒരു ടെൻഷൻ. ആ പുണ്ടച്ചി മോൻ എന്നെ പറ്റിച്ചു. ഒരു ഗേള് പോലും വരുന്നില്ല. നിങ്ങളോടല്ല ഒരു സന്തോഷം എനക്ക് ഉണ്ട്. പക്ഷെ അർജന്റീന കപ്പടിച്ചേരോ ആ ഒരു സെലിബ്രേഷൻ നമ്മള് അടിച്ചു പൊളിച്ചു. പക്ഷെ അതിന്റെ പിറ്റേന്ന് തന്നെ ഈ ഒരു പുണ്യം വന്നു. എന്ത് പോന്നു? ഒരു വിഷമവും ഇല്ലേ? വീഡിയോ കോള് വരെ പെണ്ണാണ് ആടെ എത്തിയിട്ട് പിന്നെ അവന്റെ കുണ്ണ കാണാൻ വേണ്ടിട്ട് ആടെ പോയിനി. അത് മേക്കുണ്ടേനു. ഞാനും മേക്ക പോയിനി. മമ്മു പഴയ പോലെ അല്ലേ? മമ്മു പഴയ പോലെ അല്ലേ? മമ്മു കുറച്ച് അഹങ്കാരം. മമ്മൂന് അഹങ്കാരം വരുന്നുണ്ടടാ. അത് എനിക്ക് തോന്നിയാണോ? മമ്മൂന് കുറച്ച് അഹങ്കാരം കൊടുത്തില്ലടാ. ഞാൻ എന്തായാലും കുടിക്കും. നീ കുടിച്ചിട്ട് നീ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഞാൻ കുടിക്കാണ്ട് നീ ഒരു തുള്ളി കുടിക്കൂല കേട്ടില്ല. ഞാൻ കുടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നീ ഇത്രയും ഷോ കാണിച്ചത്. കള്ളു കുടിച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ മൈരി കുണ്ണ. ഇല്ല നീ കുടിക്കൂല. എന്റെ ഒന്നിച്ച് എന്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നീ കുടിക്കൂല. ഒന്നിച്ചല്ലേ ഇപ്പൊ എവിടെയാന്ന് ഈജിപ്ത് ഏതോ കുണ്ണയിലാട്ടം പോകുന്നില്ലേ? അന്നേരമ്മ ഞാൻ കുടിച്ചു. നാട്ടിൽ പോകുന്നില്ലേ? നാടാ എടാ നമ്മ പോയിട്ട് വരുന്നവരെ വീട്ടിൽ പോയിട്ട് വാ. എന്തിനു പൊരക്കോടാ? എന്തിന് വെറുതെ വീട്ടിൽ പോയിട്ട് വാ. വെറുതെ വീട്ടിൽ പോയാ എനിക്കെന്നാ കൊച്ചി ഇത്ര ഇഷ്ടപ്പെട്ടാ? എടാ ഞാനും മേക്കും പോയി കഴിഞ്ഞാൽ നീ ആരും ഒന്നിച്ചോ? അച്ചായനും ഒന്നിച്ചോ? അച്ചായൻ ഇപ്പം ബിസിയാവും. അച്ചായൻ പുതിയ പെണ്ണുമായി ഫ്രണ്ടുമായി അങ്ങനത്തെ ലെവലിൽ പോകുന്നത്. വെറുതെ ഇടങ്ങാറാക്കണ്ട. വീട്ടിലേക്ക് പോകും. 10 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു. നമ്മ 1-ാം തീയതി ആകുമ്പോഴേക്ക് വരും. 1-ാം തീയതി വരില്ല. 10 ദിവസല്ലേ? ഇതായിക്കൂടെ? 10 ദിവസം നീ ഇവിടെ ഒറ്റക്ക് വെക്കാനോ? പണിക്കൂ. അവിടെ പണിക്ക് പോകാൻ നിന്നെ ആര് പണിക്ക് എടുക്കാൻ? നിനക്ക് ആര് പണിയാനാ? അതെല്ലാം തരും. മമ്മൂന് കൊച്ചിയിൽ അറിയോ? ഗൂഗിൾ പേ. പൊണ്ടച്ചി മോനെ ഒന്ന് കുനിഞ്ഞു നിന്ന് തരുമോ? ഇവരാരാന്ന് മനസ്സിലായി എനിക്ക്. ഈ സൈക്കോ കള്ളൻ പട്ടിക്കുണ്ണ. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഓൻ അവ എടുത്ത് ഓൻ റെക്കോർഡ് ചെയ്തിട്ട് കാത്തിക്കുന്നു. ഓന്റെ ഇൻസ്റ്റയില് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ അമ്മ. ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ നീ കണ്ടന്റ് മൂടറാ മൈരേ. നീ പട്ടി നീ എത്ര ദിവസമായിട്ട് ഫുഡാക്കാതെ? ഒന്ന് ഫുഡാക്കണ. അതിന്റെ മോനെ പുറത്തുനിന്ന് വാങ്ങിയ ചപ്പാത്തി കോഴിക്കറി ഉണ്ടാക്കിയത്. നീ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര പോരാട്ടാ. കിക്ക് മമ്മു എൽ മമ്മു മൊത്തം മമ്മു എൽ മമ്മു കിക്ക് മമ്മു മമ്മു പോണ അധികം. അവിടെ കാര്യോടെ ഇവര് അവിടെ ശരിക്കും ഇവര് അഹങ്കാരം കൂടിയാ. ഫസ്റ്റ് വന്നപ്പോഴുള്ള മമ്മു അല്ലടാ ഇത്. ലൈവാ? നീ എന്താ എന്നെക്കാളും മുകളിലേക്ക് പോകാനുള്ള പരിപാടിയാ? ആശാന്റെ തലയിൽ എനക്ക് സന്തോഷമേ ഉള്ളൂ നീ ലൈവെല്ലാം ചെയ്യുന്നതിന്. പക്ഷെ എന്താ നീ പെട്ടെന്ന് എന്താ കുറച്ച് പൈസ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരേ മാമ്പട്ടി ജീവിച്ചാ മതിയാ. ഒരു കളി കളിക്കണം. ആ ഒരു കളി കളിച്ചാലുണ്ടല്ല ഞാൻ ഹാപ്പി. എന്ത് പറയുന്നു? ചെറിയ ചെക്കനൊന്നല്ല. മുട്ടേന്ന് വിരിയാത്തൊരു കളിക്കണം എന്നല്ലടാ വന്നിട്ട് പറയുന്നത്. നിന്റെ ഉപ്പാന്റെ വയസ്സുണ്ടാ? എനിക്ക് 25 വയസ്സുണ്ട്. എനിക്ക് ഞാൻ എന്റെ മുന്നിൽ വന്നിട്ട് നിനക്ക് കളിക്കണം എന്നല്ല പറയാം. എനിക്കൊരു റെസ്പെക്ട് ഇല്ലടാ. നീ ശരിക്കും അഹങ്കാരിയായി മാറിയടാ. സത്യം പറയാ, ഭയങ്കര അഹങ്കാരായി. കാര്യം അവനൊരു പെണ്ണ് സെറ്റാക്കി കൊടുക്കുക. ഇവർക്ക് പണ്ടല്ല ഞാൻ സെറ്റാക്കി കൊടുക്കുക. കാര്യം പറയാ. ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം ഫേക്ക് വരും. ഏതെങ്കിലും ഒന്ന് മതിയടാ. ഒരു ഗേള് മതിയടാ.
നീ ആദ്യം പ്രേമിക്ക്, നീ എന്താ ഈ കളി എന്ന് പറഞ്ഞ മൈൻഡിലേക്ക് പോകുന്നു? നീ ആദ്യം ഒരു പെണ്ണ് പ്രേമിക്ക്, നീ എന്താ ഡയറക്റ്റ് കളി കളി എന്ന് പറഞ്ഞിട്ട്. നികേഷ് വി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. കാര്യം എന്തെങ്കിലും ആയോ? ഇല്ലടാ, വാക്സിന്റെ കാര്യം ഒന്നും ആയിട്ടില്ല മുത്തേ, ഒന്നും ആയിട്ടില്ല. ഈ എറണാകുളത്ത് ഏതെങ്കിലും വെടീനെ കിട്ടുന്ന സ്ഥലം എടാ നീ പോയാ അപ്പുറത്തെ. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും ഇൻസ്റ്റയിൽ. എടാ നീ പോയാ മമ്മു തമാശ കളിക്കല്ലേ. സ്ഥലം വിട്, സ്ഥലം വിട്. കാര്യം പറഞ്ഞാണ് എനക്ക്. നീ സ്ഥലം വിട്, സ്ഥലം വിട്. ഓക്കെ നമ്മൾ അവിടെ നിർത്തിയത് ബെല്ലി ഡാൻസ്. ഓക്കെ, ഈജിപ്തിൽ പോയാ ഇവളെല്ലാം കിട്ടിയാളുണ്ടല്ലോ ഞാനീ മറ്റേ എന്താ കടി കേറിയ ഓരോ ദിവസം നീ കടി കൂടി വരാന്നട്ടോ. ഇവരെ MRC കയറ്റിയത് മിസ്റ്റേക്ക്. എടാ ഇതെന്താ തൊടയിലത്? എടാ ഇവരെ MRC കയറ്റിയത് മിസ്റ്റേക്ക് ആയി. ഇവരെ അഹങ്കാരം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. MRC ഇവരെ പുറത്താക്കിയാലോ? ഞാൻ കാര്യം പറയട്ടെ, ഞാൻ നന്നാവും. ഇനി മുതൽ എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാവും. അതാ പറഞ്ഞ അത്ര പഠിച്ചിട്ടൊന്നും വേണ്ട. ഒരു 1500 എല്ലാം ഉണ്ടാവില്ല. ഇന്ത്യൻ പെണ്ണുങ്ങളുണ്ടാവില്ല. ടീക്കല മീനാക്ഷി നൽകുമ്പോ മീൻ തുടങ്ങിയാൽ സാണി ഇങ്ങനെ പോകുന്നു. കാര്യം അനക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ല. എന്താണ് ഈ ജനറേഷൻ ചെറിയ ചെക്കനടാ. ഡെയിലി ഒരു 3 പ്രാവശ്യം കാണുമ്പോ ആ ഒരു സുഖം കളിച്ചതിന് കിട്ടുമോ? ആ കളിക്കുമ്പോ വേറെ തന്നെ ഒരു സുഖല്ലേ. നീ ഇതുവരെ കളിച്ചിട്ടുണ്ടോ? എനിക്കറിയാം സുഖം ഉണ്ടായില്ല. അല്ല പറയുന്ന കേട്ടിനി മാണം വിടുന്ന ലൈഫ് സെറ്റ് ആക്കടാ ആദ്യം. നീ എന്താ 40 രൂപ ത്രൂ ഗൂഗിൾ പേ. കണ്ണൻ ഒരിക്കലും പെണ്ണ് കിട്ടൂല, ഒരിക്കലും കിട്ടൂല. പുണ്ടച്ചി മോനെ അമീൻ ഏക്കെ പൂറിമായ എന്റെ പിള്ളേരെ തെരുവിളിച്ചാന്റെ സ്വഭാവം പറയാം. കാര്യം പറയാം. മയില് MRC മെമ്പർ കുണ്ടാന്ന് ഞാൻ നോക്കൂല. ഗ്യാങ്ങും പറയുന്ന ആടിയില്ല. എന്റെ പിള്ളേരെ പറഞ്ഞ എന്റെ സ്വഭാവം മാറും. കേട്ടില്ല? ഇവനെ കേറ്റി അയക്കുന്നു. ഞാൻ സത്യമായിട്ട് ആലോചിക്കുന്നുണ്ടോ ഇവനെ കേറ്റി അയച്ചാലോ? ചാറ്റ് പറയും ഇവനെ കേറ്റി അയച്ചാലോ? എന്താക്കാന് ഇവരെന്താ പെണ്ണ് പെണ്ണ് എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി മാമാപ്പണി എടുക്കാം. നിനക്ക് ഒരു പെണ്ണിനെ സെറ്റാക്കി തന്ന് നിനക്ക് അവിടെ കടത്തി തരാൻ ഒറ്റ കുത്ത് ഞാൻ കുത്തുവേ. ഇല്ല ഞാൻ പാർട്ടിക്കില്ല. ഞാൻ പാർട്ടി നിർത്തി. ഞാൻ അവിടെ സോഫ പോയി ഇരിക്കും. നീ പോയി ചോദിക്കാം എന്റെ ഒരു ഇതായിട്ട് നല്ല നീ കൊറേ മാറിപ്പോട്ടോ. കൊറേ മാറിപ്പോ. നീ അപ്പുറത്തോ ഞാൻ ഇത് ലൈവ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. നിന്റെ കളി കടി ഞാൻ മാറ്റി. ഒരു ഓൾസ് ഏടെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ല നല്ലൊരു അടി അടിക്കേ ലൈവ് ചെയ്തിട്ട് സംസാരിക്കാം. നീ വിട്, നീ സ്ഥലം വിട്. ഒരു കാര്യം പറയട്ടെ, ലൈവ് കഴിഞ്ഞിട്ടാണ് കളിക്കണം. നീ അപ്പുറത്തോ ഞാൻ സെറ്റാക്കാം. ഞാൻ വൃത്തി കൂമിട്ട് എടാ മമ്മു തമാശ കളിക്കാം. തമാശ പറയുന്നല്ല, നമുക്കൊരു പെണ്ണിനെ സെറ്റാക്കി മുമ്പിൽ തരും. അങ്ങനത്തെ കാര്യങ്ങൾ ലൈവ് പറയാൻ പറ്റും. നീ ഒന്ന് ആലോചിച്ച് നോക്കണം. നിന്റെ നാട്ടിൽ നിന്ന് ഉമ്മലും കേൾക്കൂല. നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. ഈ ജനറേഷൻ എല്ലാടാ സ്ക്രിപ്റ്റ് ആണ്. എന്റെ ഉമ്മ സത്യം സ്ക്രിപ്റ്റ് അല്ല. ഇവനിപ്പോ ക്യാരക്ടറെ മാറിടാ. നീ ആലോചിച്ച് നോക്കിയേ. ഇവൻ ലൈവിൽ ഇത്ര ആൾക്കാർ കാണുമ്പോ എന്നോട് ഊമ്പി നായിന്റെ പോലെ ഉണ്ണ പിടിക്കുന്നത്. ലൈവിൽ ഇത്ര ആൾക്കാർ കാണുമ്പോ ഊമ്പിത്തരാന്നെല്ലാം പറയാം. നീ ഒന്നും ആലോചിച്ച് നോക്കിയേ. പിന്നെ വീട്ടുകാർ നാട്ടുകാരിൽ ഇത് കാണണമെന്ന് ആലോചിച്ച് നോക്കിയേ. കടി തീർക്കാൻ പറ്റും എന്തെങ്കിലും പറഞ്ഞു തീർക്കാം. എന്തെങ്കിലും പറയാതാ. ഓക്കെ അവിടെ നീ പോ. അപ്പുറത്തോ റൂമിലേക്കോ എടാ റൂമിലേക്ക് പോടാ മയിരെ. റൂമിലേക്ക് പോടാ. എടാ മേക്ക ചെറിയൊരു ഓൾസ് ആക്കി തന്നാ മതി. എന്റെ ഫോണാ വീണത്. എടാ ഒന്നാണ് ഞാൻ അടിക്കുക. നീ കൊറേ ഓവർ ആക്കുന്നുണ്ട്. നീ പോയ ഒരു പൊസിഷൻ എടുക്കണം. നിന്റെ മുഖത്ത് ഞാൻ ഓട്ടാക്കി. ഇപ്പൊ അപ്പുറത്ത് വരും. ഞാൻ ലൈവ് ആണ്. തമാശ കളിക്കാതെ ഇപ്പൊ സ്ഥലം വിടും. ആ കുറച്ച് സംസാരിക്കും. ലൈവ് ആയിട്ട് ഞാൻ സെറ്റ് ആക്കി തരും. പണ്ടല്ലേ ഞാൻ സെറ്റ് ആക്കി തരാം. സെറ്റാക്കി തരാം. നോക്കാം സെറ്റ് ആക്കാം.
ഒരു കളിയെ വേണ്ടു. സെറ്റ് ആക്കി തരാം. നീ പോ. അല്ലെ ഞാൻ ഓൾസ് ഉണ്ട്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ദയവായി വിളിക്കാൻ പറഞ്ഞിട്ട് ശേഷം വീണ്ടും ശ്രമിക്കുക. എടാ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. എടാ സാമാന്യ ബോധം വേണം. ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് മെസ്സേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതെന്ന് ഒക്കെ അറിയാം. ഒക്കെ അറിയാം. എന്നിട്ട് നമ്പർ ഒന്നും വെച്ചത് പറയില്ല. എന്താ ലീക്കായി മാതിരി. സാമാന്യ ബോധം വേണം ജ്യോതി ലക്ഷ്മി. ഞാൻ നിന്റെ DP കണ്ട ആ മെസ്സേജ് തുറക്കുമ്പോൾ ഹൈഡ് ആക്കാന്നാ പറഞ്ഞത്. ഇത് ഇങ്ങനെ നീ ലാസ്റ്റ് മെസ്സേജ് തന്നെ നമ്പർ ആക്കി ഇടാൻ പറ്റില്ല. ലാസ്റ്റ് മെസ്സേജ് ഹായ് എന്തെങ്കിലും ഇമോജി ആയിട്ട് ഇട്ട് വെക്കുക. മനസ്സിലായോ? അപ്പം നിന്റെ പേര് കാണുമ്പം ഞാൻ അത് തുറക്കുമ്പോൾ ഹൈഡ് ചെയ്യും. തുറക്കുമ്പോൾ ഹൈഡാ എനിക്ക് സീനില്ല. നമ്പർ ലീക്കായി. തീരെ ബുദ്ധിയില്ലടാ. ഓക്കെ ഏത് നമ്പർ പോടാ കുണ്ണേ? ഉള്ളിലേക്കൊന്നും പോവല്ല നീ. അയ്യേ എന്തൊരു വൃത്തികെട്ടവനാടാ നീ. ഹലോ ഹലോ ജ്യോതി. ഹലോ എത്ര വയസ്സുണ്ട്? ശരിക്കും ജ്യോതി ലക്ഷ്മി. അപ്പൊ ഇത്രയും കാലം നീ ഡൊണേറ്റ് ചെയ്തോണ്ട് ഞാൻ വിചാരിച്ച ഏതോ ചെക്കൻ അമ്മേന്റെ ഫോണിൽ നിന്നായിട്ടും ഇത് കട്ട കൊണ്ട് പോയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും പെണ്ണായിരുന്നു ഇത്രയും കാലം ഡൊണേറ്റ് ചെയ്ത്. ഹലോ എത്ര കാലമായിട്ട് എന്റെ ലൈവ് കാണുന്നുണ്ട്? എന്നാലും എത്ര കാലം? നിന്റെ ശരിക്കും പേര് ജ്യോതി ലക്ഷ്മി തന്നെയാ? എന്നാ സേവ് ചെയ്യാം. ജ്യോതി ലക്ഷ്മി. എന്നിട്ട് ജ്യോതി ലക്ഷ്മി എന്ത് ചെയ്യുന്നു? നിന്നെന്താ വിളിക്കുവല്ലേ? ജ്യോതിന്നാ ലക്ഷ്മിന്നാ? ഞാൻ തീരുമാനിച്ചോളാം. ജ്യോതിന്ന് വിളിക്കണ ലക്ഷ്മിന്ന് വിളിക്കണം. ആഹാ അയ്യോടാ അവന്റെ പൂതി നോക്കടാ കള്ളൻ. ഹലോ എന്തായിരുന്നു? എന്ത് ചെയ്യുന്നു ജ്യോതി? ജോലി എന്ത് ജോലിയാ? ടെക്നീഷ്യൻ? എന്തിന്റെ ടെക്നീഷ്യനോ? മൊബൈൽ ടെക്നീഷ്യനോ? ഇലക്ട്രോണിക് ടെക്നീഷ്യൻ ഗേള്? അതങ്ങനെ ഒരു ചേർച്ചയില്ലല്ലോ. എവിടെയാ? എന്തിന്റെ? കൊച്ചിയിലാ? ബ്രോ ലെറ്റ്സ് മീറ്റ്. എന്റെ മോനെ OG ഫാനടാ നീ. ഞാൻ ലൈവ് തുടങ്ങിയ കാലം തൊട്ട് നിന്റെ സൂപ്പർ ചാറ്റ് കാണലുണ്ട്. നീ എല്ലാ ദിവസവും അതിന് സൂപ്പർ ചാറ്റ് കാണുന്നു. നീ കൊച്ചിയിലാണെങ്കിൽ നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നോട്? ഞാൻ കൊച്ചിയിലാന്ന് നിനക്ക് അറിയില്ലേ? കൊച്ചിയിൽ വന്നതിന് ശേഷം കാണാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ വൈഷി റെക്കോർഡിങ്ങോ? നീ എന്താ റെക്കോർഡ് ചെയ്യുന്നേ? ചുമ്മാ വെറുതെ. ഓക്കെ. പിന്നെ എന്തായിരുന്നു പറയുന്നത്? ജ്യോതി സിംഗിളാ? ഞാൻ മമ്മൂന്നാ? എന്ത് ഞാൻ മമ്മു? പോടാപ്പുറത്ത്. അവിടെ നീ പോയിക്ക. ബായ് പൊട്ടിക്കുക. എന്റെ OG ഫാനാ. നീ വെറുതെ ഡിസ്റെസ്പെക്ട് ഇല്ല. നീ പോയാ. എന്നിട്ട് ജ്യോതി എന്തായാലും എന്താ വീട് മാറോ? നമ്മള് കാക്കനാടേക്ക് മാറിയാലോന്ന് ആലോചിക്കുക. വരുൺ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഹലോ മമ്മു കാമക്കണ്ണ പോടാ. നമ്മൾ കാക്കനാടേക്ക് മാറിയാലോന്ന് ആലോചിക്കുക. എങ്ങനെ
മാറാം. കാക്കനാട് എവിടെയെന്ന് പറഞ്ഞു? കാക്കനാടേക്ക് മാറാതെ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നു. അല്ല ഇത് കാക്കനാട് ജോലി ചെയ്യുന്നത് നീ കാക്കനാട് എവിടെയാ ജോലി ചെയ്യുന്നേ? അല്ലേ വേണ്ട, ലൊക്കേഷൻ ഒന്നും ലീക്ക് ചെയ്യണ്ട. ലൊക്കേഷൻ ചോദിക്കണ്ട. നിന്റെ നമ്പർ ലീക്ക് ആയല്ലേ? സോറി കേട്ടോ. അത് നീ കാര്യം പറയല, നീ കുറച്ച് ബുദ്ധി കാണിക്കണമായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ട് നിൽക്കുമല്ലേ, അപ്പോൾ അതെന്താ ചെയ്യേണ്ട അറിയോ? ഞാൻ ചെയ്യുന്ന പരിപാടി പറഞ്ഞിട്ടെ, അൺനോൺ കോൾസ് ഓഫാക്കി ഇടുക സെറ്റിങ്സിൽ. അപ്പം നമുക്ക് സേവ് ചെയ്ത നമ്പർ, നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ മാത്രം നമ്മൾ, അതായത് നമ്മൾ സേവ് ചെയ്ത നമ്പർ ഇല്ലേ, അതിൽ നിന്ന് മാത്രമേ കോൾ വരൂ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്, എൻ്റെ ഇപ്പോൾ അങ്ങനെ ഉള്ളത്. പിന്നെ എന്ത് ഫുഡ് കഴിച്ചാ? നീ ഫുഡ് കഴിച്ചാ? നീ നീ പോയി ഫുഡ് കഴിക്കും, ഇവിടെ ഞാൻ ചോദിച്ചോളൂ. ഫുഡ് കഴിച്ചാ ജ്യോതി? ഇല്ല കഴിച്ചില്ല. ഫുഡ് കഴിച്ചാ? ഇല്ല, നമ്മള് കഴിച്ചില്ല. കഴിഞ്ഞോ? സംസാരിക്കല്ലേ? കഴിഞ്ഞോ? ഇല്ല, സംസാരിക്കും. സംസാരിച്ചോ? അല്ല നീ എന്തോ വലിയ ഫുഡ് കഴിച്ചാൽ കഴിച്ചല്ല അതിനെന്നാണ്. ജ്യോതി, പിന്നെ ആ ഐഡി നിന്റെ ഓജി ഐഡിയാ ആണോ? അതിൽ പിക്കൊന്നുമില്ലല്ലോ. ചുമ്മാ വെറുതെ എടുത്തതാ, റീൽസ് ഒക്കെ കാണാൻ. ആണോ? നിനക്ക് വേറെ ഐഡി ഇല്ല? ഇല്ല. മുല്ല തൊപ്പി ഞാൻ ഭയങ്കര ഫാനാണ്. താങ്ക് യു. കാണാൻ പറ്റുമോ? കാണാൻ ശരിക്കോ? വീഡിയോ കോൾ ചെയ്യോ? ഇല്ല. ഓക്കെ, നേരിട്ടാണോ? നേരിട്ട് കല്യാണത്തിൽ വിളിക്കാം. അന്നെ വിളിക്കണേ, ഞാൻ സാമ്പാർ വേണം. ഹലോ, ഹാപ്പി മാരീഡ്. ആരാ കല്യാണം? ഓളോ കല്യാണം? അല്ല കല്യാണം ആയിട്ടില്ല, ഉമ്മ വിളിക്കാന്ന് പറഞ്ഞതാ. ആരാ കല്യാണം? എന്റെ. നീ കമ്മിറ്റഡാ? ഇല്ല. നോക്കുന്നുണ്ട് ബ്രോക്കർമാർ. അപ്പൊ ഇതുവരെ ആരും ഇല്ലല്ലോ? ഇല്ല. ബ്രോക്കർ വേണേ പറയണേ, ഞാൻ ആക്കി തരാം. എന്റെ മുത്താടാ തിരിച്ചിട്ടില്ലേ? ജ്യോതി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ആരും നോക്കണ, ഞാൻ നിന്നെ കെട്ടും, മനസ്സിലാവാ? ഞാനും. എടാ നിനക്ക് ശരിക്കും 18 ആയത് തന്നെ അല്ലേ? എത്ര, 22 വയസ്സ് പറഞ്ഞേ? ഉള്ളത് തന്നെയാ? സത്യം. അമ്മയാണോട്? അമ്മയുടെ സത്യം. എന്നെ അറിയോ? എങ്കിൽ ശരി, ഞാൻ വിളിച്ചോട്ടെ. ജ്യോതി, എന്താ അങ്ങനെ പറഞ്ഞേ? എടാ പോയിക്കോ, ഒന്നും ചെയ്യാ. ജ്യോതി തമാശാക്കിയതാണ്. അടി ഇതിലും നല്ലത് മമ്മു സൂയിസൈഡ് ചെയ്താണ്. ഇതിലും നല്ലത് ഞാൻ കാര്യം പറയാ മുത്തേ, ഇതിലും നല്ല ചാവുന്നേടാ. ജ്യോതി തമാശാക്കിയതാണ്. ജ്യോതി അത് പോയാ? ഹലോ. പോവല്ലേ നിനക്ക്? എനിക്ക് സംസാരിക്കാനുണ്ട് പ്രൈവറ്റ് ആയിട്ട്. അല്ല നീ അപ്പുറത്ത് പോയാ? എനിക്ക് സംസാരിക്കാനുണ്ട്. പ്രൈവറ്റ് സംസാരിക്കാനാ? ബുദ്ധി ഇല്ലല്ലേ? നീ ഒന്ന് അപ്പുറത്ത് പോടാ. നീ അടുത്തിരിക്കുമ്പോ ഞാൻ കംഫർട്ടബിൾ അല്ലടാ. ഒറ്റ സംസാരിക്കണോടാ. കെട്ടിപ്പിടിച്ച എന്നാലും സംസാരിക്കാൻ നല്ലൊരു. ജ്യോതിലക്ഷ്മി പറയൂ, കേൾക്കട്ടെ വിശേഷം. ഇല്ല, ഫുഡൊന്നും കഴിച്ചില്ല. ഈ പൊട്ടൻ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല മോളെ. ഞാൻ കാര്യം പറയാലോ. നീ കുക്ക് ചെയ്യോ? ഞാൻ തന്നെ കല്യാണം ചെയ്യട്ടെ? നിങ്ങക്ക് കല്യാണം കഴിക്കാൻ പറ്റാ? പോടാ അപ്പുറത്ത്. പോ നിന്നെ കൊണ്ടാ. പോ.
ജ്യോതി ഞാൻ കാര്യപ്പെട്ടെ, നീ എല്ലാ ദിവസവും എൻ്റെ ലൈവ് കാണുന്നു. ഓക്കെ, ഞാൻ ലൈവ് തുടങ്ങിയ കാലം തൊട്ട് നീ എനിക്ക് സൂപ്പർ ചാറ്റ് ഇടുന്ന ഞാൻ കാണുന്നുണ്ട്. 40 rupees 40 rupees 40 rupees. എന്നിട്ട് നീ ഇപ്പൊ പറയുന്നത് എന്റെ ഇഷ്ടമല്ല. പിന്നെന്ത് കല്യാണം കഴിക്കുന്നതിനെന്ത്? ഓക്കെ, കല്യാണം കഴിക്കട്ടെ, എനിക്ക് കല്യാണത്തിലും വിശ്വാസമില്ല. ഓക്കെ, നമുക്ക് പ്രേമിക്കാം. എന്ത് പറയുന്നത്? എന്തായാലും നീ സിംഗിളാ ജ്യോതി. ഹലോ, നീ എന്തായാലും സിംഗിൾ അല്ലേ? അപ്പൊ നമുക്ക് പ്രേമിക്കാം. എനിക്കറിയില്ല, ഞാൻ തൊപ്പിന്റെ ഭയങ്കര ഫാനാ. അത് കുറെ പ്രാവശ്യം പറഞ്ഞു. എനിക്ക് നിന്റെ സൗണ്ട് എന്താ അറിയില്ല. എനിക്ക് നിന്നെ കണ്ടിട്ടില്ലേ കുഴപ്പമില്ലാണ്. നിന്റെ സൗണ്ട് ഭയങ്കര എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ജോലിയാണ് കാക്കനാട്. എന്താ ജോലി? എന്താ ടെക്നീഷ്യൻ? കൊച്ചിയിലെവിടെയാ? ഹലോ, ആ പറ. കൊച്ചിയിലെവിടെയാ? കൊച്ചിയില് നമ്മളെവിടെയാ? ഞാൻ മറന്നു. ഞാൻ നിന്റെ സ്വീറ്റ് വോയിസ് കേട്ടിട്ടില്ല. കാര്യം പറയില്ല, ഞാൻ സ്വയം മറന്നിട്ടുള്ള. സത്യം പറയില്ല, ഞാൻ തമാശ അല്ല. നമ്മൾ മരട്. നീ എവിടെയാ? നിന്റെ വീട് എവിടെയാ? ആലുവ അങ്കമാലി. ആലുവ അങ്കമാലിയാ? അതിലെവിടെ? ആലുവയാണോ അങ്കമാലിയാണോ? ആലുവ. ഡെയിലി പോയി വരുവാ? ആ അമ്മ, ഞാൻ അപ്പൊ നിന്റെ ഫാമിലി എല്ലാം ഇവിടെ തന്നെ? അപ്പൊ നീ എറണാകുളം കയറി? എന്റെ പണ്ട് മുതലുള്ളൊരു ആഗ്രഹം ഒരു എറണാകുളം കയറി പ്രേമിക്കണം. നാളെ മീറ്റ് ചെയ്യാം. പിന്നെ എന്താ എന്റെ ലൈവ് എപ്പം കാണാൻ എന്താ കാരണം? എനിക്കറിയില്ല, ചിരിക്കാൻ. അതല്ലാണ്ട് എനിക്കറിയില്ല. നല്ലതാ. എന്നാലും എന്തുകൊണ്ടാ? എനിക്കറിയില്ല. എന്നെ ഇഷ്ടമുള്ളതാ? ശ്യാം പ്രകാശ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. കാക്കനാട് നെക്സ്റ്റ് ആണോ കമ്പനി എന്ന് ചോദിക്കും. ഹലോ, സോറി ഇവിടെ വീണുപോയി, ചേർന്ന് വീണുപോയി. അതാ. പിന്നെ ശരിക്കും ഇഷ്ടാ? ഇഷ്ടണ്ട്. പോലെ പ്ലീസ്. പിന്നെന്തല്ല, നമ്മള് കാക്കനാട് അല്ല, കാക്കനാട് എവിടെയെങ്കിലും ഞാൻ ഫ്ലാറ്റ് എന്തായാലും നാളെ പോയിട്ട് ഒപ്പിക്കും. പോലെ എന്താ തിരക്കുണ്ടാ? എന്താ ഫുഡ്? ചോറ്, കറി, മീൻ പൊരിച്ചുണ്ടാ? ഗോതം കെ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അവൾ നേരത്തെ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞില്ലേ? സൂപ്പർ ചാറ്റ്. ശരിയാലോ ജ്യോതി. ഒരു മിനിറ്റ്, അതിന്റെ പഴയ സൂപ്പർ ചാറ്റ്സ് എല്ലാം നോക്കട്ടെ. ഒരു മിനിറ്റ് നോക്കട്ടെ. തൊപ്പി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ കെട്ടാൻ പറ്റുമോന്നാ നീ സൂപ്പർ ചാറ്റ് ചെയ്ത്? ജ്യോതി, കെട്ടാൻ പറ്റുമോ? എടാ മിണ്ടാണിക്കോ.
എന്താ മലയാളം? ആ മതി. ഹലോ ജ്യോതി. ഹലോ. എടാ നീ എന്താ ചുമ്മാ അയച്ചതാ. ചുമ്മാ പിന്നെ വിളിക്കാതെ ഞാൻ വിചാരിക്കണേ ഇല്ലല്ലോ, അതുകൊണ്ട് അയച്ചത്. അതില് ചുമ്മാന്ന് പറഞ്ഞല്ലോ മോളെ. എടാ നിന്റെ ഒരു പിക്ക് കാണിക്കോ? പിക്കുണ്ടോ? ഞാൻ വെച്ചോട്ടെ? പ്ലീസ്. ഞാൻ കാര്യം പറയില്ല, ഞാൻ പ്രോമിസ് ചെയ്യാം, ഞാൻ ലൈവിൽ കാണിക്കൂല, ജസ്റ്റ് എനിക്ക് കാണാനാ. എനിക്കും ഇല്ല, ഇവനെ പോയി ഞാൻ കാണിക്കൂല, ഞാൻ മാത്രമേ കാണൂ. പിന്നെ അല്ല ഇപ്പൊ പ്ലീസ് ഞാൻ ലൈവിൽ കാണിക്കൂല. പിന്നെ അയച്ചോളാം. അതെന്താ? വെച്ചോട്ടെ? വെക്കല്ലേ, അയ്യോ, ഞാൻ പോവല്ലേ. വെക്കട്ടെ? നീ പോയാൽ ജീവിതം ഭയങ്കര സങ്കടകരമാവും സത്യായിട്ട്. എനിക്ക് വഴക്ക് കേൾക്കും. ശരിയാന്ന് ഞാൻ വെക്കേ? ജ്യോതി നോ. ജ്യോതിലക്ഷ്മി. ജ്യോതി ഒറ്റ കാര്യം കൂടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പട്ടി. അയ്യ അത് ചോദിക്കുന്ന. സോറി. തൊപ്പിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടില് ഉപ്പ ഉമ്മ, രണ്ടനിയത്തി ഒരനിയൻ, അങ്ങനെ ഉമ്മ അങ്ങനെ. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ചേട്ടനും ചേച്ചിയും ഞാനും. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാ. അപ്പൊ കുഴപ്പമില്ല. മുന്നേ ഗുണ്ടൊന്നുമില്ല. കൊച്ചി തന്നെ അടികൊള്ളൂല. കൊച്ചി തന്നെ ചോദിച്ചു. എന്തിനായാലും നീ അറിയുന്നു. പോടാ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛയില്ല. എന്ത് പറ്റി? അച്ഛനമ്മ മരിച്ചുപോയി. സീരിയസ്ലി? എന്താ പറ്റി? എന്താ സംഭവം? എന്താ? ചെറുപ്പത്തിലാ മരിച്ചതാ. എത്ര വയസ്സുള്ളപ്പോ? 8ാം ക്ലാസ്സില്. ആണോ? എങ്ങനെ മരിച്ചു? അച്ഛന് ക്യാൻസർ ഒക്കെ ആയിരുന്നു. അമ്മയ്ക്കും കുറെ നാൾ കഴിഞ്ഞപ്പോ അമ്മയും മരിച്ചു. അമ്മ എങ്ങനെ മരിച്ചു? അമ്മയ്ക്ക് ബ്ലഡില് ക്യാൻസർ. അപ്പം വീട്ടില് ചേട്ടനും ചേച്ചി മാത്രമേ ഉള്ളൂ? 2 ചേട്ടന്മാര്. മൂത്ത എന്റെ വൈഫാണ് ചേച്ചി എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ആരെ വഴക്ക് പറയുന്ന പറഞ്ഞ ചേച്ചിയാണോ? ചേട്ടന്റെ ഭാര്യയാണോ? ഓക്കെ. ഇതൊക്കെ എനിക്ക് ശരിയാണ്. കുഴപ്പമില്ല. സോറി. ഇറ്റ്സ് ഓക്കെ. നീ അവിടെ ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ശരിയെന്നാ വെച്ചോ. വിളിക്കോ ഇടക്ക്? വിളിക്കാം. ഞാൻ വിളിച്ചോട്ടെ? ഓക്കെ. താങ്ക് യു. ബൈ. ഓക്കെ ബൈ. സങ്കടല്ലേ? അതാണ്. സോറി പറയല്ലോ. ഓളെ ഇനി ഞാൻ എല്ലാ ദിവസവും വിളിക്കും. ഓളെ പൊന്നു പോലെ നോക്കും. ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു ഞാൻ തേടി നടന്ന ജമ്മു ഓളാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല. നോട്ട് ഷുവർ. എനിക്കറിയില്ല. ഞാൻ എന്തായാലും എല്ലാ ദിവസവും വിളിക്കും. ഓക്കെ. ലൈഫിൽ ഹോപ്പ് കൊടുക്കണം. ഹോപ്പ് കൊടുക്കാൻ ഓൾ കുറെ സമയത്ത് പോണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയത്. പിന്നെ ഓളെല്ലാം കാട്ടുമ്പോൾ അവനെ പോയിക്കൊണ്ട് നമ്മള് വെറുതെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തുന്നത് ശരിയല്ല എന്ന് തോന്നി. മുത്ത അപ്പൊ ഇത്രയും കാലം നമ്മളെ ലൈവിൽ വന്ന് സൂപ്പർ ചാറ്റ് ഇട്ട്, അപ്പൊ ഈ സൂപ്പർ ചാറ്റ് ഇടുന്ന ആൾക്കാർക്കെല്ലാം ഇങ്ങനെ ഓരോ സ്റ്റോറി ഉണ്ടാവില്ലടാ എല്ലാരും ലൈഫിലേക്ക് നമുക്ക് ഇങ്ങനെ ഓരോ അല്ലേ? അതെന്തല്ലേ